ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്കിടയിൽ എന്തുണ്ടാവാൻ? ഞാൻ ഈ ടീമിലെ ഒരു മെമ്പർ മാത്രമാണ്. ദുർഗയാണ് ടീം ലീഡർ. അക്കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് മറന്നുപോയി. ദുർഗ അതെന്നെ ഓർമ്മപ്പെടുത്തി. അത്രേ ഉള്ളൂ. സത്യം പറയാല, ഇത് ഭയങ്കര ബോറാണിക്കില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോണത്. ആ സമയത്ത് ഈ കൊച്ചു കൊച്ചു സൗന്ദര്യപ്പിണക്കങ്ങളൊന്നും വേണ്ട. അശി വാ, ചെല്ലശി ചെല്ലു മോളെ, ഞങ്ങള് ചെല്ല്. ഗിരിജ, നമുക്ക് പൃഥ്വിക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം. ഭഗവാനേ, എന്റെ കുട്ടികൾക്ക് നല്ലത് വരുത്തണേ. അയാളോട് ഒന്ന് സംസാരിച്ചില്ലല്ലോ? ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് സംസാരിക്കാം. ഒന്നങ്ങോട്ടിരിക്കും. കിരൺ, ഇൻട്രോഗേഷൻ പ്ലാൻ സെറ്റാണോ? യെസ് ബോസ്. Okay, I will explain. തെറ്റെന്റെയാണ്. തനിക്കത് ഒരുപാട് വിഷമാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ടാ ഞാൻ അങ്ങനൊന്നും പറയാതെ പോയത്. ഐ എം റിയലി സോറി അർഷി. പൃഥ്വിയുടെ തിരക്കുകളോ പൃഥ്വി എന്നോട് പറയാതെ പോയതോ ഒന്നും അല്ല എന്റെ പ്രശ്നം. അതൊന്നും അല്ല എന്നെ വിഷമിപ്പിച്ചത്. പൃഥ്വിയുടെ എന്ത് കാര്യവും എന്നോട് തുറന്നു പറഞ്ഞാൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ല അർഷി. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നു. ചിലപ്പോ എല്ലാം എന്റെ തോന്നലുകളായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു. പലപ്പോഴായുള്ള പൃഥ്വിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്നോട് സ്നേഹമില്ലാത്തതായ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാ എന്റെ സങ്കടം. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നു അർഷി. തന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാവുമോ? അത് പൂർണിമ ചേച്ചി നിർബന്ധിച്ചതുകൊണ്ടും ആവാലോ. ചേച്ചി നിർബന്ധിച്ചതിന്റെ പേരിൽ മാത്രം ഇഷ്ടമല്ലാത്തൊരു പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ ആരെങ്കിലും കൂടെ കൂട്ടുവോ? അത്രയ്ക്ക് വിവരമില്ലാത്ത ആളാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചു എന്നുള്ള കാര്യം സത്യമാ. ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ തന്നെ പെണ്ണ് കാണാൻ വന്നതുപോലും. പക്ഷേ അശയെ നേരിൽ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഭാര്യയായി വരേണ്ട പെൺകുട്ടിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച എല്ലാ ക്വാളിറ്റീസും തനിക്കുണ്ടായിരുന്നു. തന്നെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോലും തന്നെ ഓർത്തിട്ട് മാത്ര. അശി വിഷമിക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. Because I love you. എന്റെ ലൈഫില് ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ല. പൃഥ്വിയെ കണ്ടതു മുതല് ഞാൻ പൃഥ്വിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോ എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആള് പൃഥ്വിയാ. ഐ ടു ലവ് യു. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായ.
ഇനി ഞാൻ തന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇതുവരെ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാത്തിനും റിയലി സോറിടോ. സോറി ഒന്നും പറയണ്ട, ഞാനിപ്പോ ഹാപ്പിയാണ്. ഈശ്വരൻ എനിക്ക് തന്ന ഭാഗ്യമാണ് പൃഥ്വി. അതെന്നും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എന്നും തനിക്കൊപ്പം ഉണ്ടായിരിക്കും. അതെ കിരണേ, എന്താ അവിടെ നടക്കുന്നത്? ഇവിടെ എന്ത് കിടക്കാനാ? നമ്മളെ ഡ്രൈവർ സ്റ്റീഫിനെ ചോദ്യം ചെയ്ത് സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു, അത്ര തന്നെ. അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചത് കിരണും ദുർഗയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ്. ഞങ്ങൾക്കിടയിൽ എന്തുണ്ടാവാൻ? ഞാൻ ഈ ടീമിലെ ഒരു മെമ്പർ മാത്രമാണ്. ദുർഗയാണ് ടീം ലീഡർ. അക്കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് മറന്നുപോയി. ദുർഗ അതെന്നെ ഓർമ്മപ്പെടുത്തി, അത്രേ ഉള്ളൂ. സത്യം പറയാല, ഇത് ഭയങ്കര ബോറാണ് കിരൺ. പ്രോട്ടോകോൾ പറഞ്ഞ ഞാൻ നിങ്ങളെയൊക്കെ സല്യൂട്ട് ചെയ്ത് 5 അടി മാറി നിൽക്കേണ്ട ആളാണ്. എന്നിട്ട് ഞാൻ ദുർഗയെ വിളിക്കുന്നത് മോളെ എന്നാ. അല്ല, കിരണിനോട് ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതേ സ്വാതന്ത്ര്യത്തോടെ തന്നെയല്ലേ ഞാനും പെരുമാറിയിരുന്നത്. അതെ, പക്ഷേ ഞാൻ കിരണിനോട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നിയന്ത്രിക്കാൻ നോക്കിയാൽ കിരൺ സമ്മതിക്കുമോ? ഇന്നലെ ദുർഗമോളെ കിരൺ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അപ്പൊ തന്നെ അതിനുള്ള മറുപടിയും കിട്ടി. അത് അവിടെ വിട്ടുകളയേണ്ട കാര്യമല്ലേ ഉള്ളൂ. ദേ ഇങ്ങോട്ട് നോക്ക്. ആവശ്യമില്ലാതെ പെണ്ണുങ്ങളെ ചൊറിയരുത്. അതിപ്പോ ഭാര്യയായാലും കാമുകിയായാലും കൂട്ടുകാരിയായാലും മേലുദ്യോഗസ്ഥയായാലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് തോന്നിയാ അവർക്ക് അറിയും കൊടുക്കും. ഇതൊക്കെ ഒരു നാക്കില് ഡീൽ ചെയ്യണം. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തോണ്ടാണ് കിരണിനൊന്നും മനസ്സിലാവാത്തത്. കെട്ടിക്കഴിയുമ്പോ അറിയാം ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്തൊരു പാടാണെന്ന്. അടുത്തില്ലായിരുന്നിട്ട് പോലും ഈ ഫോണിൽ പോലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കിരണിന്റെ ഒരു സൗന്ദര്യപ്പിണക്ക്. ഇങ്ങോട്ട് നോക്ക്. ഈ മസിൽ പിടുത്തൊക്കെ അങ്ങ് വിട്. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്ക്. എന്നിട്ട് പഴയതുപോലെ ആവാൻ നോക്ക്. അല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ എസ്പോസ് എന്ന് പറയുന്നില്ലേ, അത് ഭയങ്കര ബോറ. അതൊന്ന് നിർത്തി തരാവോ? എനിക്ക് വലിയ ഉപകാരമായിരിക്കും. ഞാൻ പോയി ദുർഗമാളെ വിളിച്ചോണ്ട് വരും. എല്ലാം പറഞ്ഞ് സെറ്റാക്കണം. എന്ത്? വേണ്ട, ഇനി ഇങ്ങനെ മതി, അതാ നല്ലത്. ഞാൻ പറഞ്ഞതൊന്നും ഈ ചെറുക്കന് മനസ്സിലായില്ലേ?